ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് കോട്ടയം ജില്ലയിൽ മണർകാട് സ്ഥിതി ചെയ്യുന്ന മണർകാട് പള്ളി. വിശുദ്ധ മർത്ത മറിയം കത്തീഡ്രൽ എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. സെപ്റ്റംബർ 1 മുതൽ 8 വരെ മറിയത്തിന്റെ ജനനത്തിന്റെ സ്മരണ കൊണ്ടാടുന്ന 8 നോമ്പ് ആചരണമാണ് ഇവിടുത്തെ പ്രധാന തിരുനാൾ. ഇതാണ് മണർകാട് പള്ളിയിലെ പന്തിരുനാഴി ഘോഷയാത്ര. 7ാം നാൾ നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ പാച്ചോർ നേർച്ചയ്ക്കുള്ള പന്തിരുനാഴി എഴുന്നള്ളത്താണ്. ചെണ്ട ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് പള്ളിമേടയിൽ നിന്നുള്ള ഈ ഘോഷയാത്ര. പാച്ചോർ കമ്മിറ്റി കൺവീനറുടെ കയ്യിലെ നെയ് നിറച്ച തേങ്ങാമുറിയിലെ തിരിയിൽ പള്ളിയിലെ തൂക്കുവിളക്കിൽ നിന്ന് തീ പകരുന്നത് പള്ളി വികാരിയാണ്. പള്ളിക്ക് വലത്ത് വെക്കുമ്പോൾ ചെറുപ്പക്കാർ പന്തിരുനാഴി താളത്തിൽ മുകളിലേക്ക് എറിഞ്ഞ് പിടിക്കുന്നത് പെരുന്നാളിന്റെ കൗതുക കാഴ്ചകളിൽ ഒന്നാണ്. ആദ്യകാലങ്ങളിൽ മണർകാട് പ്രദേശത്ത് 10-12 ക്രിസ്ത്യൻ കുടുംബങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാർത്ഥിക്കാനും വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുവാനും ഒരു പള്ളിയുടെ ആവശ്യകത അവർക്ക് ശക്തമായി തോന്നിയപ്പോൾ അവർ പ്രാർത്ഥനയിൽ ഒത്തുകൂടി. ദിവസങ്ങളോളം ഉപവസിച്ചു. 8 ദിവസം ഓരോരുത്തർക്കും ഓരോ ദർശനമുണ്ടായിരുന്നു. വിശദാംശങ്ങൾ പങ്കുവച്ചപ്പോൾ എല്ലാവർക്കും ഒരേ കാഴ്ചപ്പാടാണെന്ന് മനസ്സിലായി. ദർശനത്തിൽ അവർ ഒരു വെളുത്ത പശുവിനെയും അതിന്റെ കിടാവിനെയും ഒരു വനപ്രദേശത്ത് കിടക്കുന്നത് കണ്ടു. ആ സ്ഥലത്ത് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഒരു പള്ളി പണിയാൻ ആവശ്യപ്പെട്ടു. പശുവിനെയും പശുകിടാവിനെയും അന്വേഷിച്ചു നടന്ന അവർ മണർകാട് പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അതിനെ കണ്ടെത്തി. പിന്നീട് അവർ അവിടെ പരിശുദ്ധ കന്യകയുടെയും പുത്രന്റെയും നാമത്തിൽ പള്ളി പണിതു. ഈ പള്ളിയിൽ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ റാസയാണ്. ഈ റാസയിൽ 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. ഇത് ഏഷ്യയിലെ തന്നെയും ഏറ്റവും വലിയ ആത്മീയ ആഘോഷ ഘോഷയാത്രയായി അറിയപ്പെടുന്നു. 1000-കണക്കിന് മുത്തുകുടകൾ, 100-കണക്കിന് സ്വർണ്ണ വെള്ളി കുരിശുകൾ, പിച്ചളവാദ്യങ്ങൾ, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ സെപ്റ്റംബർ 6-ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് പള്ളിയുടെ റാസ എന്ന ചരിത്ര പെരുന്നാൾ ഘോഷയാത്ര നടക്കും.